ഈ റിട്ടയർമെൻറ്റ് പ്ലാനിങ് പൊതുവെ എല്ലാവരും തന്നെ നടത്തുമ്പോൾ പ്രധാനമായിട്ടും വീട്ടിലെ ഒരു പുരുഷൻ്റെ ഒരു ഇൻകമോ കാര്യങ്ങളോ ബേസ് ചെയ്തിട്ട് അങ്ങനെയുള്ളൊരു റിട്ടയർമെൻറ്റ് പ്ലാനിങ് ആണ് പൊതുവെ കണ്ടുവരുന്നത്. പക്ഷേ ശരിക്കും നോക്കുമ്പോൾ നമ്മൾ റിട്ടയർമെൻറ്റ് പ്ലാനിങ് മെയിൻലി നടത്തേണ്ടത് ഒരു സ്ത്രീകളുടെ കാര്യങ്ങളും കൂടിയും കൺസിഡർ ചെയ്തിട്ട് വേണം. കാരണം ഒരു ലൈഫ് എക്സ്പെക്റ്റൻസി എന്ന് പറയുന്ന ഒരു ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ പുരുഷന്മാരുടെ ആയുസിനേക്കാൾ കൂടുതൽ ആയുസ് കണ്ടുവരുന്നത് സ്ത്രീകൾക്കാണ്. ഇപ്പോൾ വീട്ടിലിപ്പോൾ ഒരു പുരുഷനുണ്ടെങ്കിൽ തന്നെ അദ്ദേഹത്തിന് ഒരു മരണം സംഭവിച്ചു കഴിഞ്ഞാലും സ്ത്രീ കുറച്ച് വർഷങ്ങളും കൂടിയും ജീവിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ടൈമിലേക്ക് വേണ്ട സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ നടത്തി കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനിങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻസും കൂടിയും കൺസിഡർ ചെയ്തിട്ട് ഫിനാൻഷ്യൽ പ്ലാനിങ് നടത്തുമ്പോൾ ഒരു സ്ത്രീകളുടെ ആംഗിളിൽ നിന്നിട്ട് അല്ലെങ്കിൽ വീട്ടിലെ സ്ത്രീകളുടെ കൂടി കൺസിഡർ ചെയ്തിട്ട് പുരുഷൻ്റെ കാലശേഷം സ്ത്രീക്ക് എങ്ങനെ അത് കൺട്രോൾ ചെയ്യാം, അല്ലെങ്കിൽ അത് എന്തൊക്കെയാണ് ആ ഒരു ടൈമിൽ നടത്തേണ്ടത് എന്നുള്ളതും കൂടി കൺസിഡർ ചെയ്തിട്ട് വേണം എപ്പോഴും ഫിനാൻഷ്യൽ പ്ലാനിങ് നടത്തുന്നതിന്. കാരണം പുരുഷൻ്റെ ആയുസ് തീർന്ന് അവിടെ ഫിനാൻഷ്യൽ പ്ലാനിങ് അത്രയും നാളത്തേക്കുള്ള ഒരു പ്ലാനിങ് മാത്രം നടത്തി കഴിഞ്ഞാൽ അതിനുശേഷം ഉള്ള സ്ത്രീയുടെ ജീവിതം, അല്ലെങ്കിൽ സ്ത്രീ ഫാമിലി റൺ ചെയ്യുന്നുണ്ടാവും, കുട്ടികളുടെ കാര്യങ്ങൾ നോക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അത് മാനേജ് ചെയ്യുന്നതിന് എന്തൊക്കെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ഇൻവോൾവ് ചെയ്തിട്ട് സ്ത്രീകൾക്ക് കൂടി പ്രാമുഖ്യം നൽകുന്ന രീതിയിൽ ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ് എപ്പോഴും നടത്തുന്നതിന് ശ്രദ്ധിക്കുക.